അപ്പം ഈ ഇന്ത്യ ശ്രീലങ്കയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് രാമസേതു എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ അത് ചെയ്യാനായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചായിരുന്നു. അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചില ചർച്ചകളൊക്കെ നടത്തി. എന്നിട്ട് പക്ഷേ ഇപ്പോൾ ഇന്ത്യ അതിന് മുൻകൈ എടുത്ത് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ശ്രീലങ്ക അതിൽ നിന്നൊരു ചെറിയ ബാക്ക് ഫുട്ട് എടുക്കുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. എന്താണ് ആദ്യം ഈ പാലത്തെക്കുറിച്ച് പറയാം? ഇപ്പോൾ രാമസേതുവിനെ കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. രാമസേതു നമ്മുടെ പുരാണ ഇതിഹാസം രാമായണത്തിൽ പറഞ്ഞ രാമലക്ഷ്മണന്മാർ ലങ്കയിലേക്ക് സീത മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ലങ്കയിലേക്ക് പോയ വാനരസേന തയ്യാറാക്കിയ പാലം രീതിയിലാണ് രാമായണത്തിൽ അതിനെ പറയുന്നത്, രാമസേതുവിനെ പറയാം. പക്ഷേ മറ്റ് ചില മതഗ്രന്ഥങ്ങളിൽ അതിനെ ആദംസ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അതായത് ഈ ബൈബിളിൽ പറയുന്നല്ലോ ആദ്യത്തെ മനുഷ്യൻ ആദം. അപ്പൊ അവരുടെ വിശ്വാസപ്രകാരം ആദം കാലുകുത്തിയത് ശ്രീലങ്കയിലാണ്, ശ്രീലങ്കയിലെ ഒരു മലനിരയിലാണ്. അങ്ങനെ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് വന്ന് അങ്ങനെ അത് ആ പാലത്തെ ആദംസ് ബ്രിഡ്ജ്, ഇപ്പൊ ബ്രിട്ടീഷുകാരാണ് ആ ആദംസ് ബ്രിഡ്ജ് എന്ന് അതിനെ പേരിട്ടത് പോലും. പിന്നീട് ഇന്ത്യക്ക് പുറത്തുള്ള പല രേഖകളിലും ഇതിനെ ആദംസ് ബ്രിഡ്ജ് എന്നാണ്, നമ്മുടെ രാമസേതുവിനെ ആദംസ് ബ്രിഡ്ജ് എന്നാണ് പറയുക. അതേപോലെ ഈ അവിടെ ആദം കാലുകുത്തി എന്ന് പറയുന്ന ശ്രീലങ്കയിലെ ആ മലനിരകൾ പല വിശ്വാസപ്രകാരം പലതാണ്. അതായത് ഈ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം ആദത്തിന്റെ കാൽപാദം, അവിടെ ഒരു കാൽപാദത്തിന് സമാനമായ ഒരു സംഗതി ഉണ്ട് ആ മലയുടെ മുകളിൽ, അത് ആദത്തിന്റെ കാൽപാദമെന്ന് അവർ വിശ്വസിക്കുന്നു. ബുദ്ധ വിശ്വാസപ്രകാരം ബുദ്ധന്റെ കാൽപാദമാണെന്നും ഹൈന്ദവ വിശ്വാസപ്രകാരം ഭഗവാൻ ശിവന്റെ കാൽപാദമാണെന്നും വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വിശ്വാസപരമായിട്ടുള്ള ബന്ധം. നമ്മൾ വിശ്വാസികൾ നോക്കുമ്പോൾ രാമസേതു എന്ന് പറയുന്നത് വാനരസേന നിർമ്മിച്ച പാലം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. പിന്നീട് നാസ അടക്കമുള്ള സയന്റിഫിക് ഏജൻസികൾ അങ്ങനൊരു സംഗതി ഉണ്ട് എന്നുള്ളത് അവരും സ്ഥിരീകരിച്ചു. പക്ഷെ അവർ പറയുന്നത് ഇത് ചുണ്ണാമ്പ് കല്ല്, പ്രകൃതിദത്തമായ ചുണ്ണാമ്പ് കല്ല് പറയുമ്പോൾ രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ബംഗാൾ ഉൾക്കടലും അറബിക്കടലും കൂടിച്ചേരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ആ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു എന്താ പറയുക ചുണ്ണാമ്പ് കല്ല് അതിന്റെ അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങൾ ആണെന്നാണ് സയന്റിഫിക്കലി പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ ചില ഗവേഷകര് നടത്തിയ പഠനത്തില് അവിടെ കാണപ്പെട്ട കരിങ്കല്ല് അവിടെ കാണപ്പെടുന്ന മറ്റു മണൽത്തരികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാലപ്പഴക്കം രണ്ടാണെന്ന് പറയുന്നു. ഈ പാറക്കല്ലുകൾക്ക് മറ്റതിനേക്കാൾ പ്രായ കൂടുതലുണ്ട്. ഇതിന്റെ അർത്ഥം ഈ പാറക്കല്ലുകൾ എവിടുന്നോ കൊണ്ടുവന്ന് നിക്ഷേപിച്ചതായിരിക്കാം എന്നാണ് അവരുടെ ഒരു അനുമാനം. എന്തു ആയിക്കോട്ടെ, ഏതായാലും വിശ്വാസികൾക്ക് അത് രാമസേതുവാണ്, മറ്റുള്ളവർക്ക് ഇതേപോലെ ചുണ്ണാമ്പ് കല്ല് എന്ത് വേണേലും ആയിക്കോട്ടെ. ഏതായാലും ഈ രണ്ട് രാജ്യങ്ങൾ ഇനി സയന്റിഫിക് ആയിട്ട് തന്നെ ചിന്തിച്ചാൽ ഒരു കാലത്ത് ഈ ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമായിരുന്നു. പിന്നീട് ഈ സമുദ്രം പിൻവാങ്ങി അത് അത്രയും ഭാഗം ശ്രീലങ്ക രൂപപ്പെട്ടു, ഇവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കരുതാം. ഏതായാലും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലെ ഈ സമുദ്രങ്ങൾ അല്ലെങ്കിൽ ആ വിടവ് ഒരു 23 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു പാലം നിർമ്മിക്കുക അത് പോസിബിൾ ആണ്. പ്രത്യേകിച്ച് അവിടെ ഈ രാമസേതു പോലെയുള്ള സംഗതി ഉള്ളത് കൊണ്ട് ആഴം കുറഞ്ഞ മേഖലകളും ഉണ്ടാകും. അപ്പൊ അവിടെ തൂണുകൾ നാട്ടുക അത്ര വലിയ പ്രശ്നമല്ല, അതും കൂടിയുണ്ട്. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പാലത്തിലൂടെ കടൽ മാർഗം ബന്ധിപ്പിക്കുന്ന ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇപ്പൊ ഡെൻമാർക്കും സ്വീഡനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമുണ്ട്. അതില് 8 കിലോമീറ്റർ വരുന്ന പ്രദേശം കടലിലൂടെയും 4 കിലോമീറ്റർ വരുന്ന പ്രദേശം ടണലിലൂടെയും സമുദ്രത്തിനടിയിൽ കൂടെയുമാണ്. അതേപോലെ സൗദിയും ബഹ്റൈനും തമ്മിൽ 25 കിലോമീറ്റർ നീളമുള്ള സമാനമായ ഒരു പാലമുണ്ട്. അതിൽ കുറെയൊക്കെ പാലവും കുറെയൊക്കെ ഡാമും ഒക്കെ ചേർന്നാണ് ഈ മറ്റേ എന്താ പറയുക പല രീതിയിൽ പോകുന്നു. എന്തായാലും അതിന്റെ നമ്മളെ സംബന്ധിച്ച് 23 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളും തയ്യാറാക്കുന്നത് പാലവും അണ്ടർ വാട്ടർ ടണലുമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ചില മേഖലകളിൽ കപ്പലുകൾക്കൊക്കെ കടന്നു പോകണമെങ്കിൽ പാലം ഒരു തടസ്സമാണ്. അപ്പൊ അതുകൊണ്ട് ചില മേഖലകളിൽ അണ്ടർ വാട്ടർ ടണൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ ഇത് തയ്യാറാക്കുന്ന പദ്ധതിക്ക് നമ്മുടെ പാകിസ്ഥാനിലെ ശ്രീലങ്കയിലെ പഴയ പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗെ അദ്ദേഹമാണ് ഇതിന് ആദ്യം മുൻകൈ എടുത്തത്. ഇന്ത്യ അല്ല, ശ്രീലങ്കയാണ് ഇത് ആദ്യം മുൻകൈ എടുത്തത്. 2002 അദ്ദേഹം ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോ ഈ പാലത്തിനൊരു പേര് വിട്ടു, ഹനുമാൻ പാലം. വാസ്തവത്തിൽ ഇത് പാക് സ്ട്രെയിറ്റ് പാലം എന്നുള്ളതാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. പാക് കടലെടുക്കാൻ, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ആ വിടവിനെ പാക് കടലെടുക്ക എന്നാണ് വിളിക്കുന്നത്. രണ്ട് സമുദ്രങ്ങൾ ചേരുന്ന മേഖല, അതിനെ പാക് സ്ട്രെയിറ്റ് എന്നാണ് തൽക്കാലം ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേര് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഇദ്ദേഹം ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞു,
നരേന്ദ്രമോദി 2014 ഇന്ത്യയിൽ അധികാരത്തിലെത്തിയതിനു ശേഷം എടുത്ത ഒരു നിലപാടുണ്ട്. പറയുന്നത് നെയ്ബർഹുഡ് ഫസ്റ്റ്, അതിർത്തി രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ അയൽവാസികൾക്ക് ആദ്യ പരിഗണന. പിന്നെ ഒരു നയം ആക്ട് ഈസ്റ്റ് പോളിസി, നമ്മുടെ കിഴക്കൻ മേഖലകളിലുള്ള അല്ലെങ്കിൽ സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാജ്യങ്ങളുമായിട്ട് ഏത് രീതിയിലും ബന്ധം സ്ഥാപിക്കുക. അത് കരമാർഗമാകാം, സമുദ്രമാർഗമാകാം, ഏത് രീതിയിലും ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ നയം. അപ്പൊ അത് പറയുമ്പോൾ നമ്മുടെ ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഈ രീതിയിൽ ഗതാഗത സംവിധാനങ്ങൾ സാധ്യമാക്കിയിട്ടുണ്ട്. റോഡ്, റെയിൽ സംവിധാനങ്ങൾ സാധ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ശ്രീലങ്കയുമായിട്ടും വലിയ ദൂരമില്ല. അപ്പൊ ആ രീതിയിൽ 2015 നിതിൻ ഗഡ്കരി, അദ്ദേഹം ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായപ്പോ അങ്ങേർക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ റോഡ്, റെയിലൊക്കെ നിർമ്മിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്തോ ഒരു, അത് നിർമ്മിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. നമ്മുടെ കാര്യത്തിലൊക്കെ ഒരുപാട് പണിയടക്കല്ലേ, ദേശീയപാത ഉണ്ടായ ആ മനുഷ്യനുള്ളത് കൊണ്ടാണ്. അപ്പൊ നിതിൻ ഗഡ്കരി ചാടി പുറപ്പെട്ടു. അപ്പൊ അദ്ദേഹം ഇതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് പറയും, നിങ്ങൾ പോയി സാധ്യതാ പഠനം നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവര് സാധ്യതാ പഠനം നടത്തി. സംഭവം പോസിബിൾ ആണ്, നടക്കും. അപ്പൊ ഇത് പ്രകാരം വെറും ഒരു പാലം നിർമ്മിക്കൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതിലൂടെ റോഡ് കണക്ടിവിറ്റി ഉണ്ടാകും, റെയിൽ കണക്ടിവിറ്റി ഉണ്ടാകും. രണ്ട് രാജ്യങ്ങളും തമ്മില് നമ്മുടെ പെട്രോൾ, ഡീസൽ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കും, ഡാറ്റ കണക്ടിവിറ്റി ഉണ്ടാകും, കേബിളുകൾ സ്ഥാപിക്കും. ഇതൊക്കെയാണ് തയ്യാറാക്കി വെച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ കണക്കാക്കുമ്പോൾ ഇതിന്റെ ചെലവ്, നമ്മുടെ പദ്ധതി ചെലവ് എന്ന് പറയുന്നത് $3.6 ബില്യൺ അമേരിക്കൻ ഡോളർ മുതൽ $5.19 ബില്യൺ അമേരിക്കൻ ഡോളർ വരെ ചെലവാകും എന്ന് പറയുന്നു. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ 23,000 കോടി മുതൽ 40,000 കോടി രൂപ വരെ ചെലവ്. ഇപ്പൊ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരിപാടിയല്ലേ. ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ശ്രീലങ്കയ്ക്കും പ്രയോജനമുള്ളതാണല്ലോ, അവരും പൈസ മുടക്കണ്ടേ, ഞാൻ പൈസ മുടക്കണ്ട. ഇന്ത്യയുടെ ഒരു നിലപാട്, ഈ പദ്ധതി ഫുള്ള് ഇന്ത്യ ഏറ്റെടുത്ത് നടപ്പിലാക്കാം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പൊതുവിൽ നോക്കുമ്പോൾ ശ്രീലങ്കയ്ക്ക് വെറുതെ നിന്നു കൊടുത്താൽ മാത്രം മതി. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ശ്രീലങ്കയ്ക്കുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് സാമ്പത്തികമായി അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യപരമായിട്ട് വലിയ രീതിയിൽ മുന്നേറിയ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിനൊപ്പം വളരാനായിട്ടുള്ള ഒരു അസുലഭ അവസരം എന്ന രീതിയിലാണ് റനിൽ വിക്രമസിംഗെ 2002 ഇങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ച് ചിന്തിച്ചത്. അപ്പോ അദ്ദേഹം 2023 ആയപ്പോ പ്രധാനമന്ത്രിയായിരുന്ന റനിൽ വിക്രമസിംഗെ അവിടുത്തെ പ്രസിഡന്റായി. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നപ്പോ വീണ്ടും ഈ പദ്ധതിക്ക് ഒന്ന് ജീവൻ വെച്ചു. അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതാ പഠനമൊക്കെ നടത്തി, അദ്ദേഹമാണ് ഹനുമാൻ പാലം എന്ന് പേരിട്ടത്. അതെ, സാധ്യതാ പഠനമൊക്കെ നടത്തി. അപ്പോഴും ഒരു എന്താ പറയാ, മുന്നോട്ട് പോകാനായിട്ടൊരു തടസ്സം, ചെറിയൊരു പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഏതായാലും അദ്ദേഹം വീണ്ടും ഇവിടെ ഇന്ത്യയിൽ സന്ദർശനത്തിന് വന്നപ്പോൾ ഈ പദ്ധതിയെ കുറിച്ചുള്ള ഗൗരവതരമായ ചർച്ചകൾ വീണ്ടും തുടങ്ങി. ഇന്ത്യയെ സംബന്ധിച്ച് ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന് തന്നെയാണ്. പക്ഷെ ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ, അദ്ദേഹത്തിന് ഈ പദ്ധതിയെ കുറിച്ച് വലിയ ആശങ്കകളുണ്ട്. അത് തള്ളിക്കളയാനും പറ്റില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് 150 കോടിയോളം വരുന്ന ജനസംഖ്യയുള്ള ഒരു വിശാലമായ രാജ്യമാണ്, അല്ലെങ്കിൽ വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ. ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു ദ്വീപ് രാഷ്ട്രം, മൊത്തം ജനസംഖ്യ 2,20,00,000 അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെയുള്ള ജനസമൂഹം ശ്രീലങ്കയിലേക്ക് വലിയ രീതിയിൽ കുടിയേറുമോ എന്നൊരാശങ്ക അവർക്കുണ്ട്. കൂടാതെ പ്രത്യേകിച്ച് തമിഴ്നാടിന് ഏതാണ്ട് 8 കോടി വരുന്ന ജനസംഖ്യ തമിഴ്നാട്ടിലുണ്ട്. ഈ തമിഴർ സിംഹളർ വൈരം ഉണ്ട്, നമുക്കറിയാലോ, LTT, സിംഹള രാഷ്ട്രം ഉണ്ടാക്കാൻ പോയവരാണ്. അപ്പൊ ആ ഒരു ഭയവും കൊണ്ട് ഈ തമിഴന്മാരെല്ലാരും കൂടി ശ്രീലങ്കയിലേക്ക് കുടിയേറിയാൽ അവരുടെ സ്വത്തം അതിനെ ബാധിക്കുമോ? പിന്നൊന്നുകൂടിയുണ്ട്, ഇവിടെ ഇപ്പൊ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് തൊഴിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ഒക്കെ തേടിയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അത് ശ്രീലങ്കയിലെ തൊഴിൽ സാധ്യതകളെയും അവരുടെ ജീവിതചര്യകളെയും മാറ്റിമറിക്കും. പിന്നെ ഇന്ത്യയിൽ ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരുപാട് എന്താ പറയുക, കോർപ്പറേറ്റുകൾ ഇവിടെ ഉണ്ട്. അവരവരുടെ ഒരു ചൂഷണ മേഖലയായിട്ട് ശ്രീലങ്കയെ മാറ്റുമോ എന്നൊരു പ്രശ്നവും ഉണ്ട്. അപ്പോ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അവര് ഈ പദ്ധതിയോട് ഒരു തുറന്ന സമീപനം ഇപ്പൊ സ്വീകരിക്കാറ്. പാലൊക്കെ വരുമ്പോ പോകാൻ ഒരു പ്രശ്നമായിട്ട് ഇവര് കാണുന്നത്. ഈ പാലത്തിലൂടെ പോകുമ്പോൾ സുരക്ഷാ ഭീഷണി ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയും ശ്രീലങ്കയ്ക്കുണ്ട്, പ്രത്യേകിച്ച് കള്ളക്കടത്ത്. മനസ്സിലായി.
ഇപ്പൊ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടത്തുന്ന ഇടപാട് ഒന്നുകിൽ കടൽ അതാവും ശ്രീലങ്ക ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടെയാണല്ലോ. ടൂറിസം ഒരുപാട് ടൂറിസം സാധ്യതകളെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോ വിമാനമാർഗം കപ്പൽ മാർഗം പോകുന്നതിനേക്കാൾ ഈ റോഡ് മാർഗം പോകുമ്പോൾ ചെലവ് 50% കുറയുമെന്നാണ് പറയുന്നത്. പിന്നെ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട അല്ലെങ്കിൽ കൊളംബോ തുറമുഖങ്ങളിലേക്ക് ചരക്ക് റോഡ് മാർഗം നേരിട്ട് നമുക്ക് എത്തിക്കാം. കപ്പൽ കമ്പനികളെയോ മറ്റോ ആശ്രയിക്കേണ്ടി വരില്ല. ആ രീതിയിൽ സാധ്യത വളരെ വലുതാണ്. പിന്നെ പറയുമ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സാംസ്കാരികമായി വളരെ അടുത്ത് നിൽക്കുന്നു. കാര്യം നമ്മുടെ ധനുഷ്കോടി, രാമേശ്വരം പോലെയുള്ള ചരിത്രപരമായ സ്ഥലവും അവിടുത്തെ ഈ രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ തീർത്ഥാടനത്തിനോ അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് പോകുന്നു. അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകാനുള്ള സ്ഥലം. ഏതായാലും ഈ പറയുന്ന പാലം ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ധനുഷ്കോടിയും തലൈമന്നാർ എന്ന് പറയുന്ന ശ്രീലങ്കയിലെ സ്ഥലവും തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും നമ്മൾ ഈ പദ്ധതിയെ ഗൗരവതരമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മൾ വളരെ മുൻകൈ എടുത്ത് നിൽക്കുവാണ്. ഈ ധനുഷ്കോടി എന്ന് പറയുന്നത് ഈ രാമേശ്വരം ദ്വീപ് എന്ന് അതിന്റെ ഒരു 18 കിലോമീറ്ററോളം മൊത്തം വരും ആ ദ്വീപ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും കിഴക്കേ അറ്റമാണ് ഈ ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഈ ദ്വീപുമായിട്ട് ബന്ധിപ്പിക്കാൻ റെയിൽ മാർഗം നമുക്ക് പഴയ പാമ്പൻ പാലം ഉണ്ടല്ലോ. ഇപ്പൊ ആ പാമ്പൻ പാലം വേറൊരെണ്ണം കൂടി നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. റെയിൽവേ അത് ഏറ്റെടുത്ത് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ ശ്രീലങ്കയുമായിട്ട് ഒരു പാലം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഈ റെയിൽ കണക്ടിവിറ്റി പാലം ഇതിന്റെ ഭാഗമാകും എന്നും. അപ്പൊ ഇത്തരം ആശങ്കകളൊക്കെ നമുക്ക് ദൂരീകരിച്ചു കൊടുക്കാൻ പറ്റുമോ അവർക്ക്? അല്ല, ശ്രീലങ്കയുടെ ആശങ്ക ഒരു പരിധിവരെ അതില് ലോജിക്കുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തുറന്ന സമീപനം എടുക്കുക എന്നുള്ളത് ശ്രീലങ്കയുടെ ആവശ്യമാണ്. ഇനി എന്തുകൊണ്ട് ഇന്ത്യ ഈ കാര്യത്തിൽ പ്രത്യേക താല്പര്യം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ചൈന ശ്രീലങ്കയെ അവരുടെ ഒരു ഹബ്ബാക്കി മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഹമ്പൻതോട്ട തുറമുഖമൊക്കെ ചൈന ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോ ഇന്ത്യയുടെ സ്വന്തം ഇടമായിട്ട് ശ്രീലങ്കയെ കാണുന്നുണ്ട്. അപ്പോ ചൈനയ്ക്ക് കടൽ മാർഗം കപ്പൽ താണ്ടി ഇങ്ങ് എത്തിയാലേ ശ്രീലങ്കയിൽ എത്തുള്ളൂ. നമ്മൾ റോഡ് മാർഗം ശ്രീലങ്കയെ അങ്ങോട്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ആരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആക്സസ്, അപ്പർ ഹാൻഡ് ഇന്ത്യക്ക് കിട്ടും. അതുകൂടി കണ്ടുകൊണ്ടാണ് ഈ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഏതായാലും ഇതിന്റെ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. കാര്യം ശ്രീലങ്കയ്ക്ക് സാമ്പത്തിക ചെലവില്ല, വെറുതെ നിന്നുകൊടുത്താൽ മാത്രം മതിയാകും. പക്ഷേ ശ്രീലങ്കയുടെ ആശങ്കകൾ അത് എത്രത്തോളം നമുക്ക് പക്ഷെ നമ്മളത് പരിഹരിച്ച് കൊടുക്കണം, നമ്മൾ ദൂരീകരിച്ച് കൊടുക്കണം. അത് അങ്ങനെ ഉണ്ടാവില്ല എന്നോ അല്ലെങ്കിൽ അതിന്റെ എൻട്രൻസിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. എന്തോ ആയിക്കോട്ടെ. ഇനി ചില പ്രകൃതി പ്രതിഭാസങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ രാമേശ്വരം എന്ന് പറയുന്ന ദ്വീപുണ്ടല്ലോ, അല്ലെങ്കിൽ ക്ഷമിക്കണം ധനുഷ്കോടി, അവിടെ 64 വലിയ ചുഴലിക്കാറ്റൊക്കെ ഉണ്ടായി. അവിടെ പ്രേത നഗരം എന്നാണ് അറിയപ്പെടുന്നത് പോലും. അവിടെ ജനവാസം സാധ്യമല്ല എന്ന് പറയുന്നു. നിരന്തരമായ പ്രകൃതിക്ഷോഭങ്ങളും കാറ്റും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഈ പറയുന്നത് പോലെ ധനുഷ്കോടിയിൽ ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന സ്ഥലം, ടൂറിസ്റ്റുകളുണ്ട്. ഒരു ധനുഷ്കോടി എന്ന് പറയുന്ന ഒരു ചെറിയൊരു മിനിയേച്ചർ ടൗൺ സെറ്റപ്പ് ഒക്കെയാണ്. ഏതായാലും ഇവിടെ രണ്ട് രാജ്യത്തെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട്. എന്താ പറയാ, തീർത്ഥാടന സ്വഭാവത്തിലാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത്. അപ്പൊ ഈ പരസ്പരം ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യത്തിനും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഗുണപരമാണ്. പക്ഷെ ഈ ആശങ്കകളിൽ അത്ര അടിസ്ഥാനമില്ല എന്ന് പറയാനും പറ്റില്ല. ഏതായാലും ശ്രീലങ്ക ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടായിരിക്കും പ്രധാനം. ഇന്ത്യ ഏതായാലും ഈ കാര്യത്തിൽ തുറന്ന സമീപനമാണ്. ഇതിന്റെ നടപടികളുമായിട്ട് മുമ്പോട്ട് തന്നെയാണ് പോകുന്നത്. ശ്രീലങ്കയുടെ ഭാഗത്തു നിന്നൂടെ അനുകൂല നടപടി എടുക്കുകയാണെങ്കിൽ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവും.